ഋഷിരാജ് സിംഗ് അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ മൂന്നാർ ദൗത്യവുമായി ഒക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം അദ്ദേഹം വി എസ് നിയോഗിച്ച വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്നു ഋഷിരാജ് സിംഗ്. അദ്ദേഹവും അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്തിമോപചാരം അർപ്പിക്കുകയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി പേരെ കാണാം. ഇതിനു ശേഷമായിരിക്കും, ഈ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷമായിരിക്കും പൊതുജനങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനമുണ്ടാവുക. അവർക്ക് ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാവുക. ഇപ്പോൾ വലിയ ജനക്കൂട്ടം, വലിയ ജനസാഗരം തന്നെ ഇവിടെയുണ്ട്. വലിയ ജനസാഗരം എന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യ മഹാസാഗരം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം വലിയ ജനസഞ്ചയമാണ് ഇവിടെയുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് VS അച്യുതാനന്ദൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കുക, അന്തിമോപചാരം അർപ്പിക്കുക, അവസാനമായി VSനെ ഒരു നോക്ക് കാണുക എന്നതാണ് ഇപ്പോൾ ഇവിടേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വരി വീതമാക്കി 4 നിരകളിലായി ഇവിടേക്ക് പൊതുജനത്തിന് പ്രവേശനമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രമേൽ ജനസഞ്ചയം, ഈ നഗരത്തിന് താങ്ങാൻ കഴിയാത്തത്ര വലിയ ജനസഞ്ചയമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്കെല്ലാം VSനെ കാണേണ്ടതുണ്ട്, അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ആ വേദിയിൽ മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായ ആ സ്ഥലത്ത് ഇപ്പോൾ CPIM നേതൃത്വം ഒന്നടങ്കം ഇവിടെയുണ്ട്. സംസ്ഥാനം ഭരണകൂടം ഒന്നാകെ ഇവിടെയുണ്ട്. മന്ത്രിമാരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ഇത് കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ട്. അവരെല്ലാം അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രിക്ക്, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സമരനായകന്, കേരളത്തിൻ്റെ വിപ്ലവ നായകന്, വിപ്ലവ സൂര്യന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ഇവിടെ ഈ ജനസാഗരം. ഇത് എത്ര സമയം ഇവിടെ ഈ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം അത്ര വലിയ ജനസഞ്ചയം, അത്ര വലിയ ജനസാഗരം. തൊട്ടപ്പുറത്ത് അറബിക്കടലാണ്. ആ അറബിക്കടലിൻ്റെ തൊട്ടിപ്പുറത്തായി ആ റോഡ്, അതിനിപ്പുറത്തോട് ചേർന്ന് വലിയൊരു ജനസഞ്ചയം തന്നെ, ജനസാഗരം തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ വിപ്ലവ നായകന്, ആ VS എന്ന 2 അക്ഷരത്തിൽ, കേരളം നെഞ്ചേറ്റിയ 2 അക്ഷരം, ആ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. ഇത്ര വലിയൊരു യാത്രയപ്പ് കേരളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. സമീപകാലത്തൊന്നല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയ യാത്രയപ്പ് ഉണ്ടാകില്ല, യാത്രാമൊഴി നൽകിയിട്ടുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ റെഡ് വോളണ്ടിയർമാരും പോലീസും ഒക്കെ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നത് നേരത്തെ അവർ സ്വയം നിയന്ത്രിച്ച് നിന്നിരുന്ന ജനക്കൂട്ടമാണ്. പക്ഷേ VSന്റെ ഭൗതികദേഹം ഇവിടെ എത്തിയതോടുകൂടി മണിക്കൂറുകളായി കാത്തിരിക്കുന്നവരാണ് അവർ. സർവ്വ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. കാരണം ഇവിടെ എത്രയോ തവണ മഴ പെയ്തു, ഇന്ന് കനത്ത മഴ പെയ്തു. ആ മഴയിൽ പോലും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാൻ കൂട്ടാക്കാതെ VSനെ ഒരു നോക്ക് കണ്ടേ മടങ്ങൂ എന്ന നിശ്ചയദാർഢ്യവുമായി എത്തിയവരാണ് അവർ. ഇപ്പോഴും ഇവിടെ ഈ നിരന്തരമായൊരു നിരയിലാണ്. ആ നിര ഇവിടേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം.
നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന് യാത്രയപ്പ് നൽകാനുള്ള മുദ്രാവാക്യം വിളികളുണ്ട്. മുഖരിതമാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ട്. ഇവിടുത്തെ പൊതുദർശനം കുറച്ചധികം നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നു. അത്രയധികം അനേകായിരം ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നാനാ ദിക്കുകളിൽ നിന്ന് ഇദ്ദേഹത്തെ VSനെ ഒരു നോക്ക് കാണാനെത്തിയ ജനസഞ്ചയം പുറത്ത് കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളെ ആരെയും നിരാശപ്പെടുത്താനാകില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഇത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ പൊതുദർശനം കഴിഞ്ഞാൽ പിന്നീട് പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകും. പി കൃഷ്ണപിള്ള, എം.എൻ. ഗോവിന്ദൻ നായർ തുടങ്ങി വർത്തമാനകാല രാഷ്ട്രീയത്തിന് ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരുപാട് നേതാക്കന്മാർക്കടുത്ത് അദ്ദേഹം അന്ത്യനിദ്രയിൽ വിലയം ചെയ്യും.